ഉയർന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഈ തിങ്കളാഴ്ചയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പാനായി ദൈവം നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്കും അധ്വാനങ്ങൾക്കുമൊക്കെ ശേഷം ദൈവസന്നിധാനത്തിൽ കർത്താവിനെ സ്നേഹിച്ച് തിരുവചനം പഠിപ്പാനായി കൂടി വന്നിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തതാകുന്ന വിഷയം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അതിനുള്ള ബന്ധത്തിൽ ആദ്യത്തെ വേദഭാഗത്ത് നിന്ന് പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പൊതുവെ അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഭാകാലയളവിൻ്റെ ഏറ്റവും ഒടുവിലുള്ള അല്ലെ കർത്താവിൻ്റെ വരവിന് തൊട്ട് മുൻപുള്ള കാലഘട്ടമായിട്ടൊക്കെ പല പ്രിയപ്പെട്ടവരും അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കണ്ടതാകുന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അന്ത്യകാലം എന്ന് പുതിയ നിയമം വിശേഷിപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുൻപുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് മാത്രമല്ല, യേശു കർത്താവിൻ്റെ രണ്ട് വരവുകൾക്ക്, അതായത് ആദ്യം ഈ ഭൂമിയിലേക്ക് വരുന്നതിനും ഇനിയും കർത്താവ് മടങ്ങി വരുന്നതിനുമിടയിലുള്ള മുഴുവൻ കാലഘട്ടത്തെയാണ് അന്ത്യകാലമെന്ന് വേദപുസ്തകം വിളിക്കുന്നത്. അതിന് പല വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുകയുണ്ടായി, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവാചകൻ. അത് അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ തന്നെ ആ കാലഘട്ടത്തെ പത്രോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ പുതിയ നിയമ കാലയളവിനെ വിശേഷിപ്പിച്ചിരുന്നത് അന്ത്യകാലം എന്ന പേരിലാണ് എന്ന് നമ്മൾ കണ്ടു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം പണ്ട് 1-ാം അധ്യായം 1 മുതൽ ഭാഗമായിട്ടും വിവിധമായിട്ടും കർത്താവ് അരുളി ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യകാലം എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുതിയ നിയമം വിശേഷിപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ 1-ാമത്തെ വരവിനും 2-ാമത്തെ വരവിനും ഇടയിലുള്ള ആ മുഴുവൻ കാലഘട്ടത്തെയാണ് അന്ത്യകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമകാലത്തെ മുഴുവനായി വിശേഷിപ്പിക്കുവാൻ വേദപുസ്തകം ഉപയോഗിക്കുന്ന പദമാണ് അന്ത്യകാലം എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിൽ കൂടുതൽ ആ ഭാഗത്ത് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് വിശദമായി ചിന്തിച്ചല്ലോ. എന്നാൽ ഈ അന്ത്യകാലത്ത് പ്രത്യേകാൽ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, അണ്ടർസ്റ്റാൻഡ് ദിസ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആ ഫസ്റ്റ് സെഞ്ച്വറിയിൽ എഫെസോസിൽ ശുശ്രൂഷകനായിരിക്കുന്ന തിമോത്തിയോസിനോട് പറയുകയാണ്, നീ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. യു മസ്റ്റ് ഓൾവേസ് ബി റെഡി. കാരണം ഈ അന്ത്യകാലത്ത്, അതായത് ഈ പുതിയ നിയമകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അതിന് നീ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ആ കാലഘട്ടത്തിൽ 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ പൗലോസ് പറയുകയാണ്, നീ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ഈ ഒന്നുകൂടെ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഞാൻ ഈ പറയുന്നതിനുണ്ടെങ്കിൽ, അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഭോഗപ്രിയരായി, നമ്മൾ ഇന്ന് ആ വേദഭാഗം ചിന്തിക്കും, ഭോഗപ്രിയരായിട്ട് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ എന്താ അവിടെ കാണുന്നത്? അപ്പോൾ തിമോത്തിയോസിനോട് പറയുക, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞേച്ച് ഇങ്ങനെയുള്ളവരുണ്ട്. ദേ ആർ ഓൾറെഡി ദർ. അങ്ങനെയുള്ളവരെ നീ എന്ത് ചെയ്യണം? വിട്ടൊഴിയുക. തിമോത്തിയോസിനോട് പറയുക. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, അന്ത്യകാലം എന്നതിനാൽ ഈ മുഴുവൻ കാലഘട്ടത്തെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്ത് ചില സമയങ്ങൾ ദുർഘട സമയങ്ങളായിരിക്കും. ഈ ദുർഘട സമയങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് പറഞ്ഞുപോയി.
അതായത് ഈ ദുർഘട സമയങ്ങളെന്ന് അതിനെ വ്യക്തമാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ മൂലഭാഷയിലുള്ള പദപ്രയോഗം പുതിയ നിയമത്തിൽ 2 ഇടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഇവിടെയാണ്, അതായത് ദുർഘട സമയങ്ങൾ, പെറിലസ് ടൈംസ് എന്ന് ഈ സമയത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ പദം 2 ഇടത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഇവിടെയാണ്, തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. മറ്റൊന്ന് ഉപയോഗിച്ചേക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഗദര ദേശത്തെ 2 ഭൂതഗ്രസ്തന്മാരെ കുറിച്ച് വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദമാണ്. ദുർഘട സമയങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദപ്രയോഗം അവിടെ നമ്മൾ വായിക്കുന്നത്, ആ ഗദര ദേശത്തെ ഭൂതഗ്രസ്തന്മാർ അത്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അപ്പോൾ ഗദരദേശത്തുള്ളതാകുന്ന ഭൂതഗ്രസ്തന്മാരെ വിശേഷിപ്പിക്കുവാൻ അവർ അത്യുഗ്രന്മാരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കും, ദേ ആർ അൺകൺട്രോളബിൾ, കൺട്രോൾ ചെയ്യാൻ വയ്യാതിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന കാലഘട്ടത്തെയാണ് ദുർഘട സമയങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ആ ദുർഘട സമയങ്ങൾ എന്നുള്ളത് പൗലോസ് പറയുന്നത് സഭയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദുർഘട സമയങ്ങളെന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം എണ്ണയുടെ വില കുറഞ്ഞ കാര്യവും അത് നിമിത്തം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ ആ ദുർഘട സമയങ്ങളായിട്ട് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ സുനാമിയൊക്കെ അടിക്കുമ്പോഴോ, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈ രക്തചന്ദ്രന്മാർ വരുമ്പോഴോ, ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേക ഉണർവും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വരാൻ പോകുന്നു, അന്ത്യകാലമാണ്, ദുർഘട സമയമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ കാലങ്ങൾ സഭയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ദുർഘട സമയങ്ങളെന്ന് വേദപുസ്തകം പറയുന്നത്. ദുർഘട സമയങ്ങളെന്ന് വേദപുസ്തകം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഫോർ മെൻ വിൽ ബി. അപ്പോൾ ഈ ദുർഘട സമയങ്ങൾക്ക് കാരണക്കാരാരാണ്? മനുഷ്യരാ. എവിടെയുള്ള മനുഷ്യരാണ് അതിന് കാരണക്കാർ? സഭയുടെ അകത്തുള്ളവരാണ് അതിന് കാരണക്കാർ. ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വളരെ വ്യക്തമാണ്. ദുർഘട സമയങ്ങൾക്ക് കാരണക്കാരായിരിക്കുന്നത് സഭയ്ക്ക് പുറത്തുള്ളവരല്ല, സഭയ്ക്കുള്ളിലുള്ളവരാ. അല്ലെങ്കിൽ വിസിബിൾ ചർച്ചിൻ്റെ, കാണപ്പെടുന്ന സഭയുടെ, ഇൻവിസിബിൾ ചർച്ചിനകത്തുള്ളവരല്ല. ഇൻവിസിബിൾ ചർച്ചിനകത്ത് അവരൊന്നും കയറി പറ്റുകയില്ല, കാരണം പറ്റുകയില്ല, അത് അസാധ്യമായി. ഞാൻ എന്താണെന്ന് വ്യക്തമാക്കുക. ഇൻവിസിബിൾ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവ് അറിയുന്ന, കർത്താവിനെ അറിയാവുന്ന, അതാ ഇൻവിസിബിൾ ചർച്ച്, അതാ ശരിയായ സഭ. എന്നാൽ ഇവിടെ നമ്മൾ സഭയെന്ന് പൊതുവായി പറയുന്നത് കാണപ്പെടുന്ന ലോക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ചർച്ച്. ലോക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IPC, ഞാൻ ഉൾപ്പെടുന്ന ആ സംഘടനയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വഴക്കിന് വരികയല്ലോ. IPC എന്നങ്ങ് വെക്കുക, അതൊരു ലോക്കൽ എക്സ്പ്രഷൻ ഓഫ് ചർച്ച്. അതിനകത്ത് എല്ലാ തരക്കാരും കാണും, എല്ലാ തരക്കാരും കൊണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെ, എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് ഈ ലോക്കൽ എക്സ്പ്രഷനിൽ കാണുന്നവരൊന്നും, നമ്മൾ കാണുന്ന പലരും അതിനകത്ത് കാണത്തില്ല. രണ്ടും രണ്ടാ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും പിന്നെ നമ്മൾ പൊതുവെ സഭയെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാര്യവും രണ്ടും രണ്ടാ. അപ്പോൾ ഇതിനുള്ളിൽ എന്തുണ്ട്? മെൻ വിൽ ബി ലവേഴ്സ് ഓഫ് സെൽഫ്.
ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. എന്നിട്ട് ഒരു സംയോജിത പദം മലയാളത്തിൽ അതില്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലുണ്ട്. ഫോർ മെൻ വിൽ ബി. എന്തുകൊണ്ട്? അപ്പോൾ അത് കണക്റ്റ് ചെയ്യുക, ആദ്യം പറഞ്ഞതുമായിട്ട് യോജിപ്പിക്കുക. ഫോർ എന്തെന്നാൽ മനുഷ്യൻ സ്വസ്നേഹികളാകും. അപ്പോൾ ദുർഘട സമയങ്ങൾക്ക് കാരണമായി തീരുന്നത് മനുഷ്യരാണ്. അവർ സെൽഫ് സെൻറ്റേർഡാണ്. അവരുടെ റിലീജിയൻ, അവരുടെ സകലം അവർക്കു വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരെ റിവോൾവ് ചെയ്യുന്നതാണ് അവരുടെ റിലീജിയോസിറ്റി. സത്യത്തിൽ ഈ താഴോട്ട് ഒരുപാട് ആ ദുർഘട സമയങ്ങളെ വിശേഷിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19ഓളം വിശേഷണ പദങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്ത് ആവർത്തിച്ച് കാണുന്ന ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് പറയുകയുണ്ടായി, സ്നേഹത്തെക്കുറിച്ച്. അതായത് മനുഷ്യൻ സ്വസ്നേഹികളായി തീരും. പിന്നെ അവർക്ക് എന്തോ ഇല്ല, ദൈവ സ്നേഹമില്ല, അവർക്ക് ദൈവപ്രിയമില്ല. ദേ ആർ നോട്ട് ലവേഴ്സ് ഓഫ് ഗോഡ്. അവർക്ക് ദൈവപ്രിയമില്ല. ദൈവത്തെ പ്രിയപ്പെടാത്ത അവർ എന്തായിത്തീരുന്നു? സ്വസ്നേഹികളായിത്തീരുന്നു. സ്വസ്നേഹികളായി തീരുന്നത് കൊണ്ട് അവരെന്തായിത്തീരുന്നു? അവർ ധന സ്നേഹികളായിത്തീരുന്നു. നോക്കി, ആ ചെയിൻ റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. അവർ ദ്രവ്യാഗ്രഹികളായിത്തീരുന്നു. അങ്ങനെ ദ്രവ്യാഗ്രഹികളായി തീരുന്നത് കൊണ്ട് അവരെന്തായിത്തീരുന്നു? വമ്പ് പറയുന്നവരായിത്തീരുന്നു. ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ്, അവരിവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സഭയിൽ ഒരാൾ പറഞ്ഞ് ഒരു സാക്ഷ്യം, ഞാൻ ഈ സഭയിലെ ഏറ്റവും വലിയ ധനികനാണെന്നൊക്കെയുള്ള ചിന്ത എനിക്കില്ല. മനസ്സിലായല്ലോ? പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറയുക. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പോൾ ഇതെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വമ്പ് പറയുന്നവർ. അപ്പോൾ ഈ ദുർഘട സമയങ്ങളുടെ ലക്ഷണമായിട്ട് പൗലോസ് പറയുകയാണ്, ഇതാണ് ഇൻസൈഡ് ദ ചർച്ച്. ഇൻസൈഡ് ദ ചർച്ച് ഇതെല്ലാം സംഭവിക്കുക. ആകട്ടെ, ഞാൻ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിപ്പാൻ പോകുന്ന വിഷയം, അത് ഓരോന്നും എടുത്ത് നമുക്ക് പറയാനുള്ള നേരമില്ല. നമ്മൾ പ്രധാനമായിട്ട് ഈ പെറിലസ് ടൈംസിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണമെന്ന് പറയാനാണ് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രതികരണം എന്താ? നമ്മൾ ഇതിനകത്ത് ചെന്നുപെടാനുള്ളതാകുന്ന സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ദൈവമക്കളായി തീർന്നു. പക്ഷെങ്കിൽ വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദിസ് ഫ്ലെഷ്. നമ്മൾ ഇന്നും ഈ ജഡത്തിൽ തന്നെ വസിക്കുന്നവരാ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ചെന്നുപെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് ശക്തമാകുന്ന മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മൾ ഈ അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഈ കോൺവെർസേഷനിൽ സംസാരിച്ചപ്പോൾ ഒരു സഹോദരനോട് ചോദിച്ചു, ഒരു വലിയ ഉണർവ് വന്നിട്ടാണോ കർത്താവിൻ്റെ വരവ് വരുന്നത്? ഞാൻ പറഞ്ഞല്ല, അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതായത് ദുർഘട സമയങ്ങൾ ഉണ്ടാകുമെന്ന്, അന്ത്യകാലത്തിൻ്റെ സവിശേഷ ദുർഘട സമയങ്ങൾ ഉണ്ടാകുന്ന മാത്രമല്ല, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു വലിയ ഉണർവുണ്ടായിട്ട് ആ ഉണർവിൻ്റെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് പോകാമെന്നൊക്കെ കരുതി ഇപ്പം എങ്ങനെയുമൊക്കെ ജീവിക്കുന്ന ഭയങ്കര ഒരു അബദ്ധത്തിലാണ് ജീവിക്കുന്നത്. ഇനി ഞാൻ പറയാം, ഇനിയും കർത്താവിൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെടുമോ എന്നുള്ളതിനേക്കാളും ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് യൂദ അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? സൂക്ഷിക്കണം. നമ്മളെപ്പോഴും നമ്മളെ സൂക്ഷിക്കേണ്ടത് ദൈവസ്നേഹത്തിലാണ്. കർത്താവിൻ്റെ വരവെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ മരിക്കുമോ, കർത്താവിൻ്റെ വരവുണ്ടാകുമോ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിനേക്കാളും എന്ന് പറഞ്ഞാൽ അതാകരുത്
നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്നുള്ളത് അത് മാത്രമാകരുത്. അതിനേക്കാൾ ഉപരി എന്തായിരിക്കണമെന്നറിയാമോ? കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം. അതാകുമ്പം നമ്മളെല്ലാ സമയവും കർത്താവിനോടുള്ള, അതാണ് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതുപോലെ കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവെന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകം കർത്താവിൻ്റെ വരവെന്ന് പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ദൈവമക്കളെ കർത്താവിൻ്റെ ആളത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പ്രബോധിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ലാസ്റ്റ് തിങ്സ് അതിലോട്ട് ശ്രദ്ധ തിരിക്കണമെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഈ സെൻസേഷണലൈസ് ചെയ്യുന്ന പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് പ്രാസം ഒപ്പിച്ച് പറഞ്ഞ് ഇതൊക്കെ ഒഴിവാക്കണം. അതൊന്നും അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതൊന്നും അല്ല. നിങ്ങൾ 1-2 വേദഭാഗങ്ങൾ എടുത്തു വേണേ ഒന്ന് വായിച്ചു. നമ്മൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തൊരു വാക്യമുണ്ട്. ഞാൻ ആ ഒരു വേദഭാഗം പിന്നീട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, അതായത് നമ്മുടെ കർത്താവ്, എനിക്ക് 1 കൊരിന്ത്യർ 16:26 തോന്നുന്നു, ഓർക്കുന്നില്ല. നമ്മുടെ കർത്താവ് വരുന്നു. പിന്നെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശാപിക്കപ്പെട്ടവൻ. ശ്രദ്ധിക്കണം, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞേച്ച് ഈ സംഭവ വികാസങ്ങളുടെ ക്രമം അറിയാതിരിക്കുന്നവനാ ശപിക്കപ്പെട്ടവനെന്നല്ല പറഞ്ഞേക്കുന്നത്. അതല്ല വിഷയം. പിന്നെന്താ വിഷയം? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കണം, അതാ വിഷയം. എപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത, ദുർഘട സമയങ്ങളുടെ സവിശേഷത, ദൈവപ്രിയമില്ലാത്തവരായി നമ്മൾ തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതാണ് കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. പിന്നെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാതെ, ശ്രദ്ധിക്കണം, അവിടെയും നമ്മൾ വായിക്കുന്ന 2 കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അത് നിങ്ങൾക്കുണ്ടാകട്ടെ, കുറവില്ലാത്തവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കർത്താവിനെ കാത്തിരിക്കണം. അതായത് ഈ സംഭവ വികാസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ അല്ല വേദപുസ്തകം പറയുന്നത്. കർത്താവിനെ കാത്തിരിക്കണം, അതാ വിഷയം. അതുപോലെ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നും യെസ് ശ്രദ്ധിക്കണം, അവിടെ എന്തിനാ അവർ കാത്തിരിക്കുന്നത്? യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നതിന്. അല്ലാതെ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് കാണാനും ഉണർവിന് വേണ്ടിയിട്ടും അല്ല ദൈവമക്കൾ കാത്തിരിക്കുന്നത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സംഭവവികാസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ലജ്ജിച്ചു പോകും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം പലരും പലത് പറഞ്ഞ ചുടുവിൽ വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. നമ്മൾ കർത്താവിനെ, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പാപം കൂടാതെ. രണ്ടാമത്, അപ്പോൾ കർത്താവിനെ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഭാവികാല പ്രവചന പ്രസംഗമെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോളജിക്കൽ ഫോക്കസ് ആയിരിക്കണം. ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത് അവിടെ. അല്ലാതെ സദാം ഹുസൈനെയും പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയേണ്ടത്.
ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുക. കാരണം ദൈവസഭയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഡൈഡ്, ക്രൈസ്റ്റ് റോസ് അഗെയിൻ, ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ബാക്ക്. കർത്താവ്, ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു മടങ്ങി വരുന്നു. ക്രിസ്റ്റോളജിക്കൽ ഫോക്കസ്. ഈ ലാസ്റ്റ് തിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും നമ്മളിൽ വർദ്ധിപ്പാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് പെടുമെന്നറിയാമോ? ഈ പറഞ്ഞതിനകത്ത് പെടും. കാരണം നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് സെൽഫ് ലവ്. ഇവിടെ ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മറ്റു ചില കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഇനിയും നമുക്ക് ആ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചിന്ത ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണമെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവർ ദൈവപ്രിയമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. ആ ഒരു വാക്യമാണ് ഞാൻ ഫോക്കസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവർക്ക് ദൈവപ്രിയമില്ല, പിന്നെ അവർക്ക് എന്തിനാണ് താല്പര്യം? അവർ ഭോഗപ്രിയരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലവേഴ്സ് ഓഫ് പ്ലഷർ മോർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. എനിക്ക് തോന്നുന്നേ മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷനേക്കാളും ഒന്നുകൂടെ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷനേക്കാളും ഒന്നുകൂടെ ആ കാര്യം വ്യക്തമാകുന്ന അർത്ഥം തരുന്നത് മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതായത് സത്യത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത് 2 കാര്യങ്ങൾ, ഒരു കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തെക്കാൾ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹവും എൻ്റർടൈൻമെൻറ്റിനോടുള്ള പ്ലഷേഴ്സിനോടുള്ള സ്നേഹത്തെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തേച്ച് അവർക്ക് ദൈവപ്രിയമുണ്ട്, എന്നാൽ അവർ ഭോഗപ്രിയരുമാണ് എന്ന ഒരാശയം ഇംഗ്ലീഷിൽ അവിടെ കൊടുക്കുന്നുണ്ട്. ദേ ആർ ലവേഴ്സ് ഓഫ് പ്ലഷർ മോർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. എന്നാൽ മലയാളത്തിൽ പറഞ്ഞേക്കുന്നത് ആ ഒറിജിനൽ ഭാഷയിൽ അല്ലെങ്കിൽ ആ മൂലഭാഷയിലെ ആ കാര്യം കൃത്യതയോടെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളത്തിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: അവരെ ദൈവപ്രിയം ഇല്ലാതെ ഭോഗപ്രിയരായി. ദേ ആർ ലവേഴ്സ് ഓഫ് പ്ലഷർ. അവർ ഭോഗപ്രിയരാ. അതിൻ്റെ കാരണം എന്താ? അവർക്ക് ദൈവപ്രിയം ഇല്ലാത്തതാ അതിൻ്റെ കാരണം. യേശു കർത്താവ് ഇത് പറഞ്ഞത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഇതിനോട് സമമാകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമെന്ന് നമ്മൾ പറയുന്ന ആ വേദഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതായത് എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. 2 യജമാനന്മാരെ സേവിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അത് തന്നെ ഏകദേശം അതിന് സമാനമാകുന്ന ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അതായത് ദൈവപ്രിയം അവർക്കില്ല. എന്തിൽ പ്രിയം വെച്ചവരാ? ഭോഗങ്ങളിൽ, എൻ്റർടൈൻമെൻറ്റ്, പ്ലഷേഴ്സ്. അതാണ് അവർക്ക് താല്പര്യം. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പ്രിയപ്പെടുന്നതിന് പകരം അവരെന്തിനെയാണ് പ്രിയപ്പെടുന്നത്? പ്ലഷേഴ്സാണ് അവർക്കിഷ്ടം. നമ്മുടെ ഈ
സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഡ്രിവൺ കൾച്ചറിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ എൻ്റർടൈൻമെൻറ്റ് ഡ്രിവൺ കൾച്ചർ ഞാൻ മുമ്പേ പറഞ്ഞ ആ വിസിബിൾ ചർച്ചിലോട്ട് കയറിയിട്ടുണ്ട്, ഒത്തിരി കയറിയിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അതിനുള്ള ബന്ധത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പറഞ്ഞ ഒരു കാര്യം, അത് ആ കുഞ്ഞായതുകൊണ്ട് അവൾ പറഞ്ഞ ആ കുട്ടി പറഞ്ഞ സംഭവം അത് തെറ്റില്ല, ആ പ്രായത്തിൽ അത് ഓക്കെ, അത് മനസ്സിലാക്കാം. ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ചർച്ചിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? പിക്നിക്ക. അത് മനസ്സിലാക്കാം, ഒരു കൊച്ചു കുഞ്ഞ് പറയുന്നത് അത് മനസ്സിലാക്കാം. പക്ഷെങ്കിൽ ഈ പ്രായമായോര് പിക്നിക്ക് വേണ്ടി ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ എന്നോട് പണങ്ങല്ലേ പ്ലീസ്, എന്നാൽ സഭായോഗത്തിന് വേണ്ടി ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാമെങ്കിൽ പോലും ചെയ്യാറുണ്ടോ? അപ്പോൾ ആ കൊച്ചു കുഞ്ഞ് പറഞ്ഞത് അവളുടെ സിൻസിയറിറ്റിയിൽ ആ നല്ല മനസ്സിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ആ എൻ്റർടൈൻമെൻറ്റ് ഡ്രിവൺ കൾച്ചറിലാണ് ലോകം പോകുന്നത്. ആ എൻ്റർടൈൻമെൻറ്റ് ഡ്രിവൺ കൾച്ചർ, ലോകത്തിൻ്റെ കൾച്ചർ ഈ വിസിബിൾ ചർച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുക എന്നല്ല, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം ദുർഘട സമയങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? ദുർഘട സമയങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് വേണം. പലരും, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പലയിടങ്ങളിലും പാട്ടുകൾ പാടുന്നത് പോലും അതിൻ്റെ താളക്കൊഴുപ്പാണ് വിഷയം. അതിൽ എൻജോയ് ചെയ്യുന്നത് സത്യത്തിൽ ആരാ? നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് പലരും ഈ പാട്ട് പാടിയേച്ച് പാട്ട് കഴിയുമ്പം അവരുടെ പരിപാടി തീരും, പിന്നെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് നാൾ മുമ്പേ ചില പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, അത് അവരോട് നേരിട്ട് പറഞ്ഞ കാര്യം, അതുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചുമ്മാതി കൂലിപ്പാട്ടുകാരെ പോലെ അവിടെ കയറി പാട്ട് പാടിയിട്ട് സ്റ്റേജിൻ്റെ പുറകെ ഇരുന്ന് വർത്താനം പറഞ്ഞ് മൊബൈലിലും കളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ശരിയല്ല, നിർത്തണമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞതിന് താല്പര്യം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ താളക്കൊഴുപ്പിൽ ഞാൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ ഇതൊന്നും, അതൊക്കെ നല്ല കാര്യം തന്നെ, അത് ആവശ്യമാണ് ഒരു പരിധി വരെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം അതല്ല വിഷയം. ഈ എൻ്റർടൈൻമെൻ്റ് അല്ല വിഷയം. നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സഭയെ വന്നാലും അതാ വിഷയം. എൻ്റർടൈൻമെൻറ്റ്, എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണം. കുറച്ച് കാലം മുൻപ് ഒരാൾ ഒരു CD ആവശ്യപ്പെട്ടു, ഒരു പ്രസംഗത്തിൻ്റെ CD. അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ, അത് എൻ്റെ പ്രസംഗമല്ല കേട്ടോ, അപ്പം ഞാൻ അത് ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇയാൾ അങ്ങനെ ആവശ്യപ്പെടുന്ന ആളല്ലല്ലോ, പിന്നെന്താ? അത് ചിന്തിച്ചപ്പോൾ ഇതിനകത്ത് ഒരുപാട് തമാശുണ്ട്. പിന്നെ ചിലരൊക്കെ എന്നോടും പറഞ്ഞു, പാസ്റ്ററും ഇടയ്ക്കൊക്കെ ഒന്ന് തമാശ പറയണമെന്ന്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞ്, ഞാൻ തമാശ പറഞ്ഞാലും ആൾക്കാർ ചിരിക്കുകയില്ല. അതാ വലിയൊരു കുഴപ്പം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ ദൈവത്തോടുള്ള സ്നേഹമോ ദൈവവചനത്തോടുള്ള താല്പര്യമോ ഇതൊന്നും അല്ല വിഷയം. ഞങ്ങൾ വളരെ സ്ട്രെസ്ഡ് ഔട്ടാണ്, ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ്സ് ആയിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് നിൻ്റെ പാപം ചെയ്ത് കഴിഞ്ഞാൽ നീ നരകത്തിൽ പോകുന്നു കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കുന്നത്. അല്പം എൻ്റർടൈൻമെൻ്റൊക്കെ വേണം. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന്
ഇന്ന് ആ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് ഈ വിസിബിൾ ചർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലേ? ഡിമാൻഡ് ചെയ്യുന്നത് കൊടുക്കുക. എൻ്റർടൈൻമെൻറ്റ് വേണോ? അത് കൊടുക്കും. എന്നാ വേണ്ടത് അതുണ്ട്, സഭയ്ക്കകത്തുണ്ട്. കാരണം പിള്ളേർ സഭ വിട്ടെങ്ങും പോകരുതേ. നമ്മുടെ ഇതൊന്നും വിട്ട് ആരും അങ്ങ് പുറത്തൊന്നും ഇതിനു വേണ്ടി പോകണ്ട, ഇങ്ങി പോരെ, ഇതിനകത്ത് ഇതെല്ലാം ഞങ്ങളങ്ങ് തന്നേക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് എവിടുന്ന് തുടങ്ങുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു ഒരു ഒരു ഫ്രൈറ്റനിങ് പ്രോസ്പെക്റ്റാണ് സത്യത്തിൽ. നമ്മളത് വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രസംഗം ജനത്തിന് ഇഷ്ടമല്ലെങ്കിൽ പ്രസംഗം കുറയ്ക്കുക. ഞാനൊരിക്കൽ ഒരാളിനോട് പറഞ്ഞു, പാസ്റ്ററോട് ബൈബിൾ ക്ലാസ് ഉണ്ടല്ലേ, നല്ല കാര്യം, നല്ല കാര്യം. ഞങ്ങളുടെ അവിടെ ബൈബിൾ ക്ലാസ് വെച്ചാൽ ആരും വരികയില്ല, അതുകൊണ്ട് ഞാൻ വെക്കാറുമില്ല. നോക്കിയേ, അദ്ദേഹം ആ പറഞ്ഞത് ഏത് സെൻസിലാണ് പറഞ്ഞത്? അത് ഒരു സിൻസിയറായിട്ട് പറഞ്ഞാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അതിൻ്റെ കണക്ഷൻ ഒന്ന് ചിന്തിച്ചേ. ആൾക്കാർക്ക് വേണ്ട, അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ ഇതിൽ ഇല്ല. എന്നാൽ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആ വേദഭാഗം തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ അധ്യായം ഒന്ന് വന്നേ. 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം വാക്യം. അതായത് അവർക്ക് കർണരസകരമായത് വേണം, അവർക്ക് പഥ്യോപദേശം ഒന്നും വേണ്ട. അങ്ങനെ ആ സിറ്റുവേഷൻ എങ്കിലും തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് എന്താ? അങ്ങനെ കുറെ പേരുള്ളത് കൊണ്ട് നീ ബൈബിൾ സ്റ്റഡി നിർത്തണ്ട, പിന്നെ നീ എന്ത് ചെയ്യണം? വചനം പ്രസംഗിക്കണം, അല്ലേ? അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നേ. വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. ബി റെഡി, ബി ഇൻസ്റ്റന്റ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. പ്രിയപ്പെട്ടവരെ, ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചല്ല ദൈവസഭ പോകേണ്ടത്. ദൈവസഭ പോകേണ്ടത് ദൈവവചനത്തിൻ്റെ പ്രമാണം അനുസരിച്ചാണ് പോകേണ്ടത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചല്ല നമ്മൾ പോകേണ്ടത്. ഇന്ന് ഈ ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ലോകം സഭയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ വളരെ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ എന്താകും? അവർക്ക് അങ്ങനെയുള്ളവർക്ക്, അതായത് അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട്. അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട്. അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് വിഷയം, അതാണ് വിഷയം. എന്നാൽ സത്യത്തിൽ ട്രൂ ജോയ് എന്താണെന്നറിയാമോ? ട്രൂ ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, 16-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 11-ാം വാക്യത്തിൽ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ബാക്കി എന്തെങ്കിലും റിക്രിയേഷനോ എൻ്റർടൈൻമെൻറ്റോ അതിൽ തന്നെ പാപമൊന്നും ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നോ, ഹാംലെസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിൽ തന്നെ പാപമല്ല. ഇൻഫാക്റ്റ് അങ്ങനെയുള്ള റിക്രിയേഷണൽ ടൈം തെറ്റുമല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സ്വാർത്ഥമാകുന്ന ആ എൻജോയ്മെൻറ്റ് മാത്രം നമ്മൾ ലക്ഷ്യമാക്കി ലോകം പോകുന്നത് പോലെ സഭ പോകുമ്പോൾ മനസ്സിലാക്കുക, ദുർഘട സമയങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. ദുർഘട സമയങ്ങൾ, ഈ പെറിലസ് ടൈംസ്. ആ ഗദരദേശത്തെ ആ ഉഗ്രന്മാരെന്നൊക്കെ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ്. അങ്ങനെ ആ ദൈവാത്മാവ് കാണുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാനായിട്ട് നമുക്ക് കഴിയണം. അതാ സത്യത്തിൽ ഈ ആ പ്രൊഫസി എന്ന് പറഞ്ഞാൽ തന്നെ അതാ. ഈ പുറമേ കാണുന്ന കാര്യങ്ങളെ കണ്ട് വിലയിരുത്തുകയല്ല. ഞാൻ പറയുന്നത് പോലെ ഭാവി സംഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളെ കാണുന്നതോ അതൊന്നും അല്ല വിഷയം. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ കഴിയണം.
ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്. ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങണം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടൊഴിയുക. എന്നാ ഞാനീ പറഞ്ഞു വരുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഒരു 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 ശരിയാകുന്ന സെപ്പറേഷൻ ആവശ്യമായിട്ട് വന്നേക്കുക. ഇന്ന് ശരിയാകുന്ന സെപ്പറേഷൻ. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഭയങ്കര പ്രയാസമൊക്കെ തോന്നി അത് കേട്ടപ്പം. അങ്ങനെ കാര്യങ്ങൾ നടത്തിയിട്ട് ഈ കൺവെൻഷനും ഇതൊക്കെ നടത്തി ഈ വലിയ ഉത്സവമൊക്കെ നടത്തിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അതുകൊണ്ടൊന്നും ഒരു വ്യക്തിക്കും മാനസാന്തരം ഉണ്ടാകാനും പോകുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ധനവും സ്ഥാനവും ഈ കാര്യങ്ങളൊക്കെയാണ് വലിയ വിഷയങ്ങളായിട്ട് ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതാകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അധർമ്മത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ അതിനകത്ത് ചെന്ന് പെടരുത്. അതാ വിഷയം. നമ്മൾ അതിനകത്ത് ചെന്ന് പെടരുത്. അതാ പൗലോസ് പറയുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ആദ്യം പറയുന്ന മുന്നറിയിപ്പ്, പിന്നീട് അടുത്ത ആഴ്ചകൾ നമ്മൾ ഈ വേദഭാഗങ്ങൾ പിന്നീട് ഒന്നുകൂടെ മടങ്ങി വരും. പൗലോസ് ആദ്യം പറയുന്നത് അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഈ ദൈവപ്രിയമില്ലാത്തവരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും നമ്മിൽ വർദ്ധിപ്പിക്കുന്ന കൂട്ടേ നമുക്ക് പാടുള്ളൂ. മനസ്സിലായോ? നമുക്ക് സ്നേഹബന്ധങ്ങൾ പലതുണ്ട്. അത് വേണം താനും. പക്ഷെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ബന്ധം ആരോടായിരിക്കണമെന്നറിയാമോ? കർത്താവിനോട്. നമ്മൾ അന്യോന്യം നമ്മളെ പ്രൊവോക്കിംഗ് വൺ അനദർ ഫോർ ഗുഡ് വർക്ക്സ്, അതായത് അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട്. കാരണം നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അതാ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവസഭയിൽ നമുക്കതാണ് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെയുള്ളതാകുന്ന ബന്ധങ്ങളല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നല്ലൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കുറേ പേര് ഭക്തിയുടെ വേഷം ധരിച്ച് അവർ ദൈവപ്രിയമില്ലാത്തവരായി ഭോഗപ്രിയരായിട്ട് അങ്ങനെ പോകുമെന്ന് കണ്ട് വേറൊരു കാര്യം സംഭവിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. ഈ 2-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു കാര്യം അവിടെ കാണുന്നു. 2-ാമത്തെ അധ്യായം നമ്മൾ അതിൻ്റെ 16 മുതൽ താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഭക്തി വിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞേച്ച് ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്. അതിൻ്റെ 19-ാം വാക്യത്തിൽ ചിലർ അവർ വിശ്വാസമൊക്കെ സത്യമൊക്കെ വിട്ട് തെറ്റി, കാര്യം ശരിയാ, പക്ഷെങ്കിൽ എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. എന്താണ് ആ അടിസ്ഥാനത്തിൻ്റെ മുദ്ര? ഒരു ഇൻസ്ക്രിപ്ഷൻ ആ മുദ്രയിൽ, ആ അടിസ്ഥാനത്തിന്മേലുണ്ട്. ആ ഇൻസ്ക്രിപ്ഷൻ എന്താണ്? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. പിന്നെ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്ര. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ദുർഘട സമയങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. ദുർഘട സമയങ്ങളിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദം. ദൈവമക്കളുടെ ഇടയിൽ ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുമായിട്ട് കൂട്ടായ്മ പാടില്ല. അത് ഒഴിവാക്കണം. അത് നമ്മളെ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകും. ദൈവഭക്തിയാണ് നമുക്ക് വിഷയം. കർത്താവാണ് നമുക്ക് വിഷയം. മനുഷ്യൻ്റെ പ്രസാദമല്ല. നമ്മുടെ കർത്താവ് വരുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. നാളും നാഴികയും നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട് നിലനിൽക്കണം.
ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഇപ്പം പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവർ അതിൻ്റെ 8-ാം വാക്യത്തിൽ യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ഈ യന്നേസും യംബ്രേസും എന്ന് പറയുന്നത് സത്യത്തിൽ യഹൂദ മാരുടെ പ്രമാണം, അവരുടെ ട്രഡീഷൻ അനുസരിച്ച്, പ്രമാണമല്ല ട്രഡീഷൻ, അവരുടെ പാരമ്പര്യം അനുസരിച്ച് യന്നേസും യംബ്രേസും എന്ന് പറയുന്നത് മിസ്രൈമിൽ മോശയെ ഫറവോൻ്റെ സന്നിധാനത്തിൽ ഉണ്ടായിരുന്ന ആ മന്ത്രവാദികളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ മന്ത്രവാദികൾ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതേ കാര്യം ഇവിടെ എടുത്ത് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെ ആ ഒരു കൊണോട്ടേഷൻ, അതുമായിട്ടൊരു ബന്ധം നമ്മൾ മനസ്സിലാക്കണം. യന്നേസും യംബ്രേസും സത്യത്തോട് മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവരും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തത്തുല്യമാകുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ, അവർ അവിടെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അത് നടന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നടക്കട്ടെ, അതൊന്നും അല്ല വിഷയം. ദൈവവചനത്തിൻ്റെ പരമാർത്ഥമാകുന്ന സത്യം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? കർത്താവിങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ സംഭവിക്കാതെ ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് അത് സത്യത്തിൽ അപകടമാണ്. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. വ്യാജമായ സകല അടയാളങ്ങളും ഇതൊക്കെ സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കും, നമ്മൾ തിരിച്ചറിയണം. എന്നാൽ പൗലോസ് ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നത് എന്നാണെന്നറിയാമോ? തിമോത്തിയോസിനോട് പറയുകയാണ്, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ചത് ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പൗലോസ് പറയുക, അതായത് തിമോത്തിയോസിനോട് പറയുക, ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ജീവിതം നോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപദേശം നീ കണ്ടറിഞ്ഞല്ലോ. പിന്നെ ഞാൻ ഉപദേശിച്ച ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിപ്പാൻ എന്തായി തീർന്നു? തയ്യാറായി തീർന്നു. ഞാൻ തയ്യാറായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസിനെ, അതായത് പൗലോസ് പല സന്ദർഭത്തിലും തന്നെ മാതൃകയാക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് പൗലോസ് തൻ്റെ ട്രംപറ്റ് സൗണ്ട് ചെയ്യുകയൊന്നും അല്ല. സത്യത്തിൽ അവിടെ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ പറഞ്ഞു തന്ന ഉപദേശം അനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവരെ എന്ത് ചെയ്യണം? കുറിക്കൊള്ളാൻ പറയുന്നുണ്ട്. അപ്പോൾ അതായത് ജീവിതം, ആ ഉപദേശവും ജീവിതവും, പൗലോസ് പറയാ, നീ എൻ്റെ ജീവിതം കണ്ടല്ലോ, പിന്നെ ഞാൻ ഉപദേശിച്ചതിന് വേണ്ടി ഞാൻ സഫർ ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് ഇതെന്താണ്? ഈ പറയുന്നത് സത്യമാണെന്നാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്. നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം പറയും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ എനിക്ക് മാത്രമല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്, പിന്നെ ആരൊക്കെ ഇത് ശരിക്ക് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുമോ അവരൊക്കെ വില കൊടുക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിക്ക് നമ്മൾ വില കൊടുക്കണം. നമ്മൾ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഫിസിക്കൽ പെർസിക്യൂഷൻ നമുക്ക് പൗലോസിനെ പോലെ കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ സന്ധി ചെയ്യാനുള്ള, അതിനോട് ഇഴുകിച്ചേരാനുള്ള പ്രേരണ വരുമ്പോൾ, നോ, എനിക്കത് വേണ്ട,
എന്ന് പറയാൻ നമുക്ക് കഴിയുന്നതിലൂടെ ചിലപ്പോൾ നാം ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരും. ക്രിസ്തുവേശുവിൽ ആരൊക്കെ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ഉപദ്രവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ദുർഘട സമയത്തോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താ? നമ്മുടെ റെസ്പോൺസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ അങ്ങ് ഭയപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയായിരുന്നു. അപ്പോൾ ആ ദുർഘട സമയങ്ങളോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുകയാണ്, നീ എൻ്റെ ആ എക്സാമ്പിൾ ഒന്ന് നോക്കേ, എൻ്റെ ഉദ്ദേശം നോക്കേ. എൻ്റെ അവിടെ ആ 10-ാം വാക്യത്തിൽ സത്യത്തിൽ നീയോ എന്ന് പറയുന്നത് ബട്ട് ഫോർ യു, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. 14-ാമത്തെ വാക്യത്തിലും എഗെയിൻ ആ പദം ഉപയോഗിക്കുന്നു, നീയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ ഒത്തിരി പേരുണ്ട്, അവരുടെ കാര്യം പറഞ്ഞേച്ചാ പറയുന്നത്. എന്നാൽ നീയോ? അപ്പോഴെല്ലാ കാലഘട്ടത്തിലും ഒരു മൈനോറിറ്റി മാത്രമേ ജീവനിൽ പ്രവേശിക്കത്തുള്ളൂ എന്നുള്ളത് നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അങ്ങനെയാണെങ്കിൽ നിത്യജീവനിൽ പ്രവേശിക്കുന്ന ഒരു വളരെ ചുരുക്കമാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞതെന്നറിയാമോ? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, സ്ട്രൈവ്. പ്രിയപ്പെട്ടവരെ, വിശാലമാകുന്ന ആ വഴിയും വാതിലും അത് വളരെ അട്രാക്റ്റീവാണ്. അതിലെ കൂടെ യാത്ര ചെയ്യുന്നവർ ഒരു വലിയ സമൂഹമാണ്. എന്നാൽ ചെറിയത് ഇടുക്കുവാതിൽ, അത് ഞാൻ പലപ്പോഴും പറയാം. എന്നാൽ ഇന്നത്തെ ഒരു വലിയൊരു ഡിസപ്ഷൻ എന്നാണെന്നറിയാമോ? ഇന്ന് പറ്റിയേക്കുന്ന ഒരു വലിയ വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത് പല സന്ദർഭങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു വാതിൽ വെട്ടി തുറന്നു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുമുണ്ട് ഇതുമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കുവാതിലാണ്. അതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാര്യം ഈ അതും ഇതും എല്ലാം കൂടെ കൊണ്ടുപോകുന്ന പരിപാടി അല്ല ജീവങ്കലേക്കുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ജീവങ്കലേക്ക് പോകും തോറും, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു പാസ്റ്റർ വി വർഗീസ് പറഞ്ഞ്, നാളുകൾ കഴിയും തോറും ഈ ഭാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലേ? അത് കുറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇന്ന് നേരെ തിരിച്ചാണ് കാണുന്നത്. ഇന്ന് കർത്താവിൻ്റെ പേര് പറഞ്ഞ് നേടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സ്ഥാനവും മാനവും സമ്പത്തുമൊക്കെ ഉണ്ടാക്കിയതൊക്കെയാണ് വലിയ കാര്യങ്ങളായിട്ട് ആൾക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങൾ വേണ്ടാന്നോ അതൊന്നുമല്ല. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് അതല്ലേ ആവശ്യമാണ്. അത് കർത്താവ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ആ കാര്യം തെറ്റാണെന്നല്ല പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് ഈ പലരും പറയാറുള്ളത് പോലെ ഈ കറുത്ത പുസ്തകം നീ എടുത്തുയർത്തിയ കുറേ കഴിയുമ്പോൾ നിന്നെ ഇത് ഉയർത്താൻ തുടങ്ങും. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് മാറിയിട്ടില്ല, ഇത് ചത്തിട്ടില്ല. എപ്പോഴും താല്പര്യം എന്നാണെന്നറിയോ? നമ്മളെ ഈ കർത്താവിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അങ്ങ് ഒബ്ലൈസ്ഡ് ആക്കുക. ദൈവത്തിന് വേണ്ടി നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തു, അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ കടമ്പട്ടേക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ നിത്യജീവങ്കിലേക്കുള്ള വഴി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ജീവങ്കിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അങ്ങനെ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. പക്ഷെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ അത് സൈഡായിട്ട് നടക്കും. പക്ഷെങ്കിൽ അൾട്ടിമേറ്റ്ലി അവരും എന്തിലായിരിക്കുമെന്നറിയാമോ? വഞ്ചിക്കും. ദേ ആർ ഡിസീവിങ് ആൻഡ് ദേ ആർ ബീയിങ് ഡിസീവ്ഡ്.
അത് നമ്മൾ മനസ്സിലാക്കണം. ദേ ആർ നോട്ട് ഓൺലി ഡിസീവിങ് അതേഴ്സ്, ദേ ദംസെൽസ് ആർ ബീയിങ് ഡിസീവ്ഡ്. വലിയൊരു ഡിസപ്ഷനാണ്, ഡെവിളിഷ് ഡിസപ്ഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയും, നമ്മുടെ റെസ്പോൺസിനോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയും 14 വാക്യം, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കണം. അപ്പോൾ നിലനിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്താണ് അതിൻ്റെ മുൻപിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കണം. അപ്പോൾ ദൈവവചനം ക്രമമായിട്ട് ഉള്ളിൽ കയറാതെ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവവചനം വേണ്ടായിടത്ത് എന്നാൽ നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ എനിക്കും വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡല്ല ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. അങ്ങനെ കർണരസകരമായത് കേൾക്കാൻ ചെവിതിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് പ്രീച്ച് ദ വേർഡ്. ആ കാലഘട്ടത്തിലാണ് പബ്ലിസിറ്റി കിട്ടുകയില്ലായിരിക്കാം, വലിയ അംഗീകരണം കിട്ടുകയില്ലായിരിക്കാം, കാര്യമൊക്കെ ശരിയാണ്. എന്നെക്കുറിച്ച് അടുത്തിടെ ഒരാൾ പറഞ്ഞത്, പിന്നെ അയാൾ നിങ്ങളെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്തേക്കുക, കൾട്ടാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ദൈവവചനം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുമാത്രമല്ല, പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിശ്ചയമായിട്ടും നമ്മൊരു കാര്യം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ ദൈവപ്രിയമാണോ നമുക്കുള്ളത്, അതോ ആ ഭോഗപ്രിയരായിട്ട് പോകുന്ന ആ കൂട്ടത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്? ഭക്തിയുടെ വേഷം ധരിച്ചേച്ച് അതിൻ്റെ ശക്തിയില്ലാത്ത ഭക്തി. എന്താ ശക്തിയില്ലാത്ത ഭക്തി? ശക്തിയില്ലാത്ത ഭക്തി എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട ക്രിസ്തീയ ജീവിതമാണ് ശക്തിയില്ലാത്ത ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോ എന്ന് പറയാൻ ഉള്ളിൽ ശക്തിയില്ല, പുറമേ പലതും ഉണ്ടാകാം, എന്നാൽ അകത്തുള്ള ആ വാർഫെയർ, അതിനെ ജയിക്കാനുള്ള ശക്തിയില്ല. അതിൻ്റെയൊക്കെ കാരണം എന്നറിയാമോ? ദൈവപ്രിയമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ദൈവസ്നേഹമുള്ളി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ശക്തി നമുക്കുണ്ടാകും. അകമേ ആരും കാണാത്തയിടത്ത്, ദ വെരി സീക്രട്ട് റിസസസ് ഓഫ് യുവർ ലൈഫ്, അവിടെ നമ്മൾ ജയാളികളാകും. ഇനിയും ഞാനൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൻ്റെ ഒരു മറുവശം മാത്രമേ പലപ്പോഴും കേൾക്കാറുള്ളൂ. എന്നാൽ അതിൻ്റെ കറക്റ്റ് കോണ്ടെക്സ്റ്റിലൊന്ന് നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ റെഫർ ചെയ്യുന്ന 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യം, അത് അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഇന്ന് നമ്മൾ ചുരുക്കമേ ഉള്ളൂ, ഇതെല്ലാം ശരിയാ, വളരെ മൈനോറിറ്റി ആയിരിക്കാം ജീവങ്കലേക്ക് പോകുന്നവരുടെ കൂട്ടം, ഇതൊക്കെ ശരിയാ. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. എന്നിട്ട് പറയുക, ഇരുളിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തും. എന്നിട്ട് അടുത്തത്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. എന്തുകൊണ്ടാണ് പുകഴ്ച ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ സ്ട്രഗിൾ വിത്ത് സിൻ. നമ്മുടെ ആ സ്ട്രഗിൾ, ആരും കാണാത്ത ആ സ്ട്രഗിൾ, നോ എന്ന് പറയുവാൻ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ താല്പര്യം ഒരു ദിവസം അതെന്താകുമെന്നറിയാമോ? വെളിച്ചത്താകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് മനുഷ്യൻ്റെ പ്രസാദമല്ല വിഷയം, നമുക്ക് ദൈവപ്രസാദമാ വിഷയം. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാം.
കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനുമാ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്. താങ്ക് യു ലോർഡ്.